നമസ്കാരം. കലോത്സവ വേദികളിലെ ജഡ്ജ്മെന്റിലെ അഴിമതിയെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. എന്റെ പേര് അമ്മു ഊസേപ്പച്ചൻ, സദർ അക്കാദമി ഫോർ നാട്യ ആൻഡ് രാഗയുടെ ആർട്ടിസ്റ്റിക് ഡയറക്ടർ. ഇപ്പൊ കലോത്സവ സമയമാണ്, കുറേയേറെ കോമ്പറ്റീഷൻസ് നടക്കുന്നുണ്ട്. ഇപ്പൊ എല്ലാ വേദികളിൽ നിന്നും, ഒരുമാതിരിപ്പെട്ട എല്ലാ വേദികളിൽ നിന്നും നമുക്ക് വരുന്നൊരു റിവ്യൂ എന്ന് പറയുന്നത് അഴിമതി നടക്കുന്നു, എല്ലായിടത്തും അഴിമതി നടക്കുന്നു, അർഹതപ്പെട്ട പ്രൈസ് കിട്ടുന്നില്ല കുട്ടികൾക്ക് എന്നൊരു പരാതി കേരളം ഒട്ടാകെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഏത് വേദിയിൽ എങ്ങനൊരു ജഡ്ജ് എത്ര നീറ്റായിട്ട് ഒരു ജഡ്ജ്മെന്റ് നടത്തിയാലും അഴിമതി എന്ന് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആരാണ് ഈ അഴിമതി എന്ന് ഏറ്റവും കൂടുതൽ അതിനെ പ്രൊമോട്ട് ചെയ്യുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അഴിമതി നടന്നിട്ടുണ്ട്. കുറച്ചു മുൻപ് കുറച്ച് കൂടുതൽ അഴിമതി, അർഹതപ്പെട്ട കുട്ടികൾക്ക് പ്രൈസ് കിട്ടാണ്ടായി പോയ ഒരു കാലഘട്ടമുണ്ട്. അന്ന് സോഷ്യൽ മീഡിയ ഇത്രയും പബ്ലിസിറ്റി ആയിട്ട് വന്ന ഒരു സമയമല്ല. സോഷ്യൽ മീഡിയ ഇത്രയും കൈകാര്യം ചെയ്യുന്നില്ല ആരും തന്നെ. ക്യാമറ, ഫോൺ എന്ന് പറയുന്നത് വളരെ കുറവാണ്, ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയാം. അപ്പൊ അതുകൊണ്ട് തന്നെ അഴിമതികൾ നടന്നിട്ടുണ്ട് കുറച്ചു മുൻപ്. പക്ഷെ ഇപ്പോ എന്റെ ഒരു നിരീക്ഷണത്തില് ഏതാണ്ട് ഒരു 75% ജെന്യുവൻ ആയിട്ട് തന്നെയാണ് ജഡ്ജ്മെന്റ് നടക്കുന്നത്. പക്ഷെ വീണ്ടും വീണ്ടും അഴിമതി അഴിമതി എന്ന് പറയുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മളുടെ ഇവിടെ അരങ്ങേറ്റം തട്ടിപ്പ് എന്നതുപോലെ തന്നെയാണ് കേരളത്തില് ഒരു ഡാൻസ് ടീച്ചറിനെ സംബന്ധിച്ച് എല്ലാവരും എന്ന് ഒന്നിലും ഞാൻ പറഞ്ഞിട്ടില്ല. എങ്കിൽ കൂടിയും ഒരു ഡാൻസ് ടീച്ചറിനെ സംബന്ധിച്ച് അരങ്ങേറ്റം എന്ന് പറയുന്നത് ഒരു കുറേയേറെ കച്ചവടമായിക്കൊണ്ടിരിക്കുവാണ്. അതിനേക്കാൾ വലിയ ഒരു ലാഭക്കൊയ്ത്താണ് ഇപ്പോ കലോത്സവ വേദികളിൽ നിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഡാൻസ് ടീച്ചേഴ്സിന് വരുമാനം. അത് ഈ കോമ്പറ്റീഷൻ ഐറ്റം പഠിപ്പിക്കുന്നതിന് വളരെയേറെ പ്രൊമോട്ട് ചെയ്യും പാരന്റ്സിനെ. എങ്ങനെ പ്രൊമോട്ട് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പാരന്റ്സ് നമ്മളുടെ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് ടീച്ചറെ കോമ്പറ്റീഷന്റെ ഡേറ്റ് ഇങ്ങനെ പറഞ്ഞു സ്കൂളിൽ നിന്ന് ചോദിക്കുന്നതിന് മുൻപേ ഒരു ഡാൻസ് ടീച്ചർ അങ്ങോട്ട് പറയും, ആ കുട്ടിക്ക് ഭയങ്കര കഴിവാണല്ലോ, എന്ത് രസമായിട്ട് കുട്ടി കളിക്കുന്നേ, അയ്യോ നിങ്ങൾ എന്താ ഇത്രയും നാള് പഠിപ്പിക്കാതെ ഇരുന്നേ, ഇത്ര കഴിവുള്ള കൊച്ചിനെ നിങ്ങൾ ഇത്രയും നാളായിട്ടൊരു കോമ്പറ്റീഷൻ ഇറക്കിയിട്ടില്ലേ എന്നങ്ങ് പാരന്റ്സിന്റെ സെന്റിമെന്റ്സിനെ അങ്ങ് മുതലെടുത്തങ്ങ് സംസാരിക്കും. അപ്പൊ പാരന്റ്സ് തോന്നും, ശരിയാണോ, എന്റെ കുട്ടിക്ക് ശരിയാണല്ലേ, ഭയങ്കര കഴിവാണല്ലേ എന്ന് തോന്നി അവര് എന്നാ ടീച്ചറെ ഒരു കോമ്പറ്റീഷൻ ഐറ്റം പഠിപ്പിക്കാമോ എന്ന് ചോദിക്കും. ശരി, ടീച്ചർമാർ എന്ത് ചെയ്യും? ഇപ്പോ വളരെ ഫണ്ണി ആയിട്ടുള്ള ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട്. യൂട്യൂബിലെ വീഡിയോ റെഫറൻസ് കൊടുക്കുന്നു പഠിപ്പിക്കുന്ന ഡാൻസ് ടീച്ചേഴ്സ്. അത് കണ്ട് പഠിച്ചിട്ട് കറക്ഷൻ തീർക്കാം എന്ന് പറയുന്നു. കാലഘട്ടം പോയി നിൽക്കുന്ന ഒരു അവസ്ഥ ആലോചിച്ച് നോക്കണം. അപ്പൊ അങ്ങനെ യൂട്യൂബ് വീഡിയോ വരെ എടുത്തു കൊടുത്ത് പഠിപ്പിക്കുന്ന ഡാൻസ് ടീച്ചേഴ്സ് ഇപ്പൊ ഇവിടെ കേരളത്തിലുണ്ട് എന്ന് പറയുന്നത് വളരെ ഫണ്ണി ആയിട്ടുള്ള കാര്യമാണ്. ഇനി ഡാൻസ് ടീച്ചേഴ്സ് ചിലർ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐറ്റം പഠിപ്പിക്കും, സ്റ്റെപ്പുകളൊക്കെ പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കും, കറക്ഷൻസ് ഒന്നും തന്നെ ഉണ്ടാവില്ല. കുട്ടി ആദ്യത്തെ സ്റ്റെപ്പ് കളിക്കുമ്പോൾ മുതൽ അവസാനം വരെ ടീച്ചർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കറക്റ്റാ, നന്നായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇത് കേട്ട് പാരന്റ്സ് അങ്ങ് തെറ്റിദ്ധരിക്കും കൊച്ചിന് ഭയങ്കര കഴിവാന്ന്. നിങ്ങൾ പാരന്റ്സ് ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു കുട്ടിയോട് ഒരു ഡാൻസ് ടീച്ചർ ഇത് തെറ്റാണ് എന്ന് പറഞ്ഞാൽ അവരത് തിരുത്താനും നിൽക്കണം, അത് നന്നായിട്ട് പഠിപ്പിക്കാനും നിൽക്കണം, അവര് വർക്ക് ചെയ്യാൻ നിൽക്കണം. അതിനേക്കാൾ എളുപ്പമല്ലേ പഠിപ്പിക്കുന്ന ഒരാളെ സംബന്ധിച്ച് കുട്ടി കളിക്കുന്ന എല്ലാം തന്നെ കറക്റ്റാണെന്നങ്ങ് പറഞ്ഞേക്കാം. അപ്പൊ പിന്നെ ഡാൻസ് പഠിപ്പിക്കുന്ന ആൾക്കാർ ഇരിക്കുന്നിടത്തുനിന്ന് എഴുന്നേക്കേണ്ട ആവശ്യമുണ്ടോ? തെറ്റ് പറഞ്ഞു കൊടുക്കാനായിട്ട് വോയിസ് ട്രെയിൻ പോലും ആവശ്യമില്ല. അപ്പൊ ഏറ്റവും നല്ലൊരു ഐഡിയ ആണ് കൊച്ചു കളിക്കുന്ന എല്ലാം, കുട്ടി കളിക്കുന്ന എല്ലാം തന്നെ അസാധ്യമായിട്ട് കളിക്കുന്നു, ഇത് സ്റ്റേറ്റ് ലെവലിൽ വിൻ ചെയ്യും, ഇതൊക്കെ ഉറപ്പല്ലേ പ്രൈസ് എന്ന് 2-3 കമന്റ് പറയുന്നതോടുകൂടി പാവം പിടിച്ച പാരന്റ്സ് എന്ത് വിചാരിക്കും, ശരിയാ എന്റെ കൊച്ചിനെ അസാധ്യ കഴിവാ, ഭയങ്കര കളിയാ എന്നങ്ങ് തെറ്റിദ്ധരിച്ചോളും. അതും കഴിഞ്ഞ് ജഡ്ജ്മെന്റിന്റെ കാര്യം വരുമ്പോ, കോമ്പറ്റീഷന്റെ കാര്യം വരുമ്പോ ഈ ഡാൻസ് ടീച്ചേഴ്സ് ചിലപ്പോ വെന്യൂലേക്ക് വരാറില്ല. ചിലപ്പോ കുറച്ച് ആൾക്കാരൊക്കെ വരാറുണ്ട്, ചില ഡാൻസ് ടീച്ചേഴ്സ് ഒക്കെ വെന്യൂല് വരാറുണ്ട്. അത് ജഡ്ജസിന്റെ പേര് അനൗൺസ് ചെയ്യണ്ട, ചിലപ്പോ ബാക്കിനെ ജഡ്ജസിന്റെ ബാക്ക് കണ്ടുകൂടിയും ചില ഡാൻസ് ടീച്ചേഴ്സിന് മനസ്സിലാകും അവർ അഴിമതിക്കാരാണ്. പേരും അറിയില്ല, നാടും അറിയില്ല, ഒന്നും അറിയില്ല ഡാൻസ് ടീച്ചറിന്റെ, ജഡ്ജിന്റെ. പക്ഷെ ഡാൻസ് ടീച്ചേഴ്സ് പാരന്റ്സിനോട് പറയും, അയ്യോ ഇവരാണോ ഇരിക്കുന്നത്, ഭയങ്കര അഴിമതിക്കാരാ, നമുക്ക് പ്രൈസ് കിട്ടില്ല കേട്ടോ. കാര്യം എന്താ? ഈ പഠിപ്പിച്ചേന ഡാൻസ് ടീച്ചറിന് അറിയാം നമ്മളുടെ കൊച്ചു എന്തോരം പോരായ്മകൾ കളിക്കുന്നുണ്ട്, നമ്മളുടെ കുട്ടി എത്ര പോരാ എന്നറിയാം. ഇത് മുൻകൂട്ടി കണ്ട് ഇവരങ്ങ് പറയും അഴിമതിക്കാരാണ് എന്നങ്ങ് പറഞ്ഞങ്ങ് വെച്ചേക്കും പാരന്റ്സിനോട്. റിസൾട്ട് വരുമ്പോ എന്താ മൊത്തം തെറ്റ്. കാര്യം എന്താ, കുട്ടി കളിച്ചാൽ ബേസ്മെന്റ് വരെയും തെറ്റാണ് പല ആർട്ട് ഫോമിന്റെയും. ഈ അവസ്ഥയാണ് ഇന്നിപ്പോ കേരളത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ
ഇനി ജഡ്ജ്മെന്റ് കഴിഞ്ഞു, കുട്ടിക്ക് പ്രൈസ് ഒന്നുമില്ല. ഇവര് പറഞ്ഞത് അങ്ങനെ കണ്ടോ, ഞാൻ പറഞ്ഞില്ല അല്ലെങ്കിൽ കുട്ടിക്ക് കിട്ടില്ല, ഭയങ്കര പ്രശ്നക്കാരാ വന്നിരുന്നേന്ന് ഞാൻ തുടക്കത്തിലേ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞ് പാരന്റ്സിനെ അങ്ങ് തെറ്റിദ്ധരിപ്പിക്കും. അവർ ആ വിശ്വാസത്തിൽ ജീവിക്കുകയും ചെയ്യുക പാരന്റ്സ്. അത് കഴിയുമ്പോൾ പിന്നെ ഡാൻസ് ടീച്ചേഴ്സ് പറയും അടുത്ത വർഷം വരുമ്പോൾ നമുക്ക് വേറൊരു ഐറ്റം പഠിപ്പിക്കണം, ചിലപ്പോൾ നല്ല ജഡ്ജസ് ആയിരിക്കും അടുത്ത വർഷം എന്ന്. ഇതേ നാടകം തുടർന്നുകൊണ്ടിരിക്കുന്നു. എന്താണ് ഈ ഒരു നാടകത്തിന്റെ ശരിക്കുമുള്ള ഒരു ജെനുവിൻ ഒരു കാര്യം എന്താണ്, ഒരു റിയാലിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാരന്റ്സ് പലപ്പോഴും അവെയർ അല്ല. നമ്മളുടെ കുട്ടികളെ എന്തോരം കറക്ഷൻസ് ഉണ്ട് നമ്മളുടെ കുട്ടിക്ക്, നമ്മളുടെ കൊച്ച് എന്തോരം തെറ്റ് കളിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എത്ര ഒതന്റിക് ആയിട്ടുള്ള ഡാൻസ് ആണ് അവൾ കളിക്കുന്നത്, നമ്മളുടെ ടീച്ചർ എന്തോരം പഠിപ്പിച്ചിട്ടുണ്ട്, ഇതിനെക്കുറിച്ച് ഒന്നും തന്നെ അവെയർ അല്ല. അപ്പൊ ഞാൻ പറയുന്നത് ഇതിനെക്കുറിച്ചൊരു ബോധവൽക്കരണം വന്നാൽ ഉറപ്പായിട്ടും ഈ കലോത്സവ വേദികളിലെ അഴിമതി എന്ന് പറയുന്ന ആ ഒരു വാക്ക് കുറെയൊക്കെ നമുക്ക് അങ്ങ് തടഞ്ഞു നിർത്താൻ പറ്റും. അതിന് ചെയ്യേണ്ടത് അപ്പീൽ എന്ന നിയമ നടപടികൾ എടുക്കുന്ന രീതി മാറണം, ആ സിസ്റ്റം മാറണം. എങ്ങനെ മാറണം? ജഡ്ജസ് നമ്മൾ കണ്ടിട്ടുണ്ട് ഏഷ്യാനെറ്റില് ഒരു റിയാലിറ്റി ഷോ ഐഡിയ സ്റ്റാർ സിംഗർ എന്ന് പറയുന്ന ആ ഒരു കോമ്പറ്റീഷൻ റിയാലിറ്റി ഷോ നമ്മൾ എല്ലാവരും കണ്ടേണ്ട അതിന്റെ ഒരു ജഡ്ജിങ് പാനലും അതിന്റെ ഒരു രീതികളും. അതിലാർക്കും തന്നെ വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നില്ല. കാര്യം പാടി കഴിയുമ്പോൾ തന്നെ അവർ അതിന്റെ കറക്ഷൻസ് പറയുവാണ്. കലോത്സവ വേദിയില് സമയം നമുക്ക് മാനേജ് ചെയ്യാനുള്ളത് കൊണ്ട് ഓരോ കുട്ടികളും കളിച്ചു കഴിയുമ്പോൾ റിവ്യൂ പറയുക എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമല്ല. പക്ഷെ എന്ത് ചെയ്യാം, അപ്പീലിൽ വരുന്ന എന്റെ കുട്ടിക്ക് അർഹത ഉണ്ടായിരുന്നു, ആ കുട്ടിക്ക് പ്രൈസ് കിട്ടിയില്ല എന്ന് അപ്പീല് വരുന്ന ആ കാര്യങ്ങളിൽ ജഡ്ജസുമായിട്ട് പാരന്റ്സും ആ കുട്ടീനെ പഠിപ്പിച്ച ഗുരുവും ആ കുട്ടിയും പ്രോഗ്രാം നടത്തുന്ന അതിന്റെ അധികാരപ്പെട്ട ആൾക്കാരുടെ പ്രസൻസില് അവർ ചർച്ച ചെയ്യുവാണ്. ഈ ജഡ്ജസിന് എന്തിനാണ് റിവ്യൂ എന്ന് പറയുന്നൊരു കോളം അവരുടെ ഷീറ്റിൽ കൊടുക്കുന്നത്, ആ ജഡ്ജ്മെന്റ് ഷീറ്റിൽ കൊടുക്കുന്നത്? അപ്പൊ ആ റിവ്യൂ ശരിക്കും പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാ? സംഘാടകർക്ക് കാണാൻ വേണ്ടിയിട്ടാണോ, അതോ ഇതിങ്ങനെ ഒളിപ്പിച്ച് വെക്കാനാണോ? ഇത്രയും സീക്രസി ഉള്ള കാര്യമാണോ റിവ്യൂ എന്ന് പറയുന്നത്? അല്ല. ആ റിവ്യൂ എന്തിനാണ്? പാരന്റ്സിനും ടീച്ചേഴ്സിനും, മെയിൻ ആയിട്ട് പാരന്റ്സും കുട്ടിയും പെർഫോം ചെയ്യുന്ന കുട്ടിയും അറിഞ്ഞിരിക്കണം അവരുടെ തെറ്റ് എന്താണെന്നുള്ളത്. അങ്ങനെ വരുമ്പോ ഡാൻസ് ടീച്ചേഴ്സിന് ഫേക്ക് ആയിട്ട് ഒരു ഐറ്റം പഠിപ്പിക്കാൻ പറ്റില്ല, ജെന്യുവിൻ ആയിട്ട് പഠിപ്പിക്കേണ്ടി വരും. ഇനി അങ്ങനെ ആ ഒരു അപ്പീലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുമ്പോൾ റിവ്യൂസ് ഒരു ജഡ്ജ് പറയുമ്പോ ഈ ജഡ്ജ് അത്ര ജെന്യുവിൻ അല്ലെങ്കിൽ അതും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഡാൻസ് ടീച്ചറിനെ സംബന്ധിച്ച് ആ റിവ്യൂ കേൾക്കുമ്പോൾ ടീച്ചർ ഇങ്ങനെയല്ലല്ലോ, അത് തിരിച്ചാണല്ലോ എന്ന് പറഞ്ഞ ജഡ്ജസിനെ കുറിച്ചും ഈ കമ്മിറ്റിക്ക് മാനേജ്മെന്റിന് ഏതാണ്ട് നല്ല നിശ്ചയം വരും. അങ്ങനെ അഴിമതി കാണിച്ചു എന്നുള്ള ജഡ്ജ് അങ്ങനെ ഒരു തെളിവ് തന്നെ കിട്ടൂലോ. അങ്ങനെ തെളിവുണ്ടെങ്കിൽ ആ ജഡ്ജിനെ ഒരു ബ്ലാക്ക് ലിസ്റ്റിലേക്ക് ഇട്ടേക്കാം. പിന്നെ അവര് അങ്ങനെയുള്ള ആൾക്കാര് ഒരു ജഡ്ജ്മെന്റും ചെയ്യണ്ട. അങ്ങനെ വരുമ്പോൾ ഞാൻ പറയുന്നത് അഴിമതി എന്ന് പറയുന്ന കാര്യങ്ങൾ കുറയും ഭയങ്കരമായിട്ട്. അതുകൊണ്ട് ഞാൻ സ്ട്രോങ്ലി റെക്കമെൻഡ് ചെയ്യുവാണ് അപ്പീൽ കമ്മിറ്റി എന്ന് പറയുന്നതിന്റെ നിയമ നടപടികൾ ഇങ്ങനെയായിട്ട് മാറണം. പാരന്റ്സ് ഉറപ്പായിട്ട് അറിഞ്ഞിരിക്കണം. പിന്നെ ഇത്രയും ചെലവ് മുടക്കി അവര് പഠിപ്പിക്കുകയും നമ്മളുടെ സ്റ്റേറ്റ് ഇത്രയും ചെലവെടുത്ത ഒരു കോമ്പറ്റീഷനും നടത്തുമ്പോ കുട്ടികൾ അത് അറിഞ്ഞിരിക്കട്ടെ, പാരന്റ്സ് അറിഞ്ഞിരിക്കട്ടെ അവരുടെ തെറ്റുകൾ എന്താണെന്നുള്ളത്. അപ്പോഴല്ലേ ആ കുട്ടികൾക്ക് പുരോഗമിച്ച് വരാൻ പറ്റുള്ളൂ. ഇല്ലേ ഒരേ തെറ്റ് എല്ലാ വർഷവും ഈ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഡാൻസ് ടീച്ചേഴ്സ് വീണ്ടും ശ്രദ്ധിക്കാതെ ഇത് അഴിമതി എന്ന് തന്നെ പ്രൊമോട്ട് ചെയ്യുമല്ലേ. എന്തിനാ നമ്മൾ ഇങ്ങനെ ഒരു ചീത്തപ്പേര് കേൾക്കാൻ നിൽക്കുന്നത്? അതുകൊണ്ട് നല്ല ജഡ്ജസും ഉണ്ടാവും, നല്ല ഡാൻസ് ടീച്ചേഴ്സും ഉണ്ടാവും, നല്ല പെർഫോമേഴ്സും ഉണ്ടാവും. ആകെ ചെയ്യേണ്ടത് അപ്പീൽ എന്ന് പറയുന്ന കാര്യത്തിന്റെ അതിന്റെ ഒരു രീതികൾ ഇങ്ങനെയാക്കി മാറ്റുക. ജഡ്ജസും ഡാൻസ് ടീച്ചറും ആ കളിച്ച പെർഫോമറും ആ കുട്ടിയുടെ പാരന്റ്സും ആ പ്രോഗ്രാം നടത്തുന്ന സംഘാടകർ അതിന്റെ മെയിൻ ഹെഡും ഇരുന്ന് അപ്പീൽ അപ്പൊ അന്നത്തെ ദിവസം തന്നെ അതിന് കാര്യങ്ങൾ നീക്കുപോക്കാക്കണം. അല്ലാണ്ട് എല്ലാം കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞിട്ടല്ല അപ്പീല്. അപ്പൊ തന്നെ ചെയ്യുവാണെങ്കിൽ ആ ജഡ്ജ്മെന്റ് കഴിഞ്ഞ് ആ ദിവസം തന്നെ ചെയ്താൽ ഉറപ്പായിട്ടും അഴിമതി എന്ന് പറഞ്ഞ് ചീറ്റ് ചെയ്യുന്ന കുറെ ഡാൻസ് ടീച്ചേഴ്സും ചീറ്റ് ചെയ്യപ്പെടുന്ന പാരന്റ്സും കുട്ടികളും ഒക്കെ രക്ഷപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.